തിരുവനന്തപുരം ജില്ലയിലെ ഭിന്നശേഷി കുട്ടികളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഭിന്നശേഷിക്കാരുടെ കുട്ടികളുടെ അമ്മമാരുടെ കൂട്ടായ്മയായ സ്നേഹസാന്ദ്രം ചാരിറ്റബിൾ ട്രസ്റ്റ് പേരൂർക്കട വഴയില ബഥേൽ ഗ്രാമിൽ വെച്ച് വിഷു ആഘോഷം സംഘടിപ്പിച്ചു. ട്രസ്റ്റ് സ്ഥാപക സെക്രട്ടറി ഷീജ സാന്ദ്രയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരം സബ് കളക്ടർ OV ആൽഫ്രഡ് IAS ഉദ്ഘാടനം ചെയ്തു. താരദമ്പതികളായ ക്രിസ് വേണുഗോപാൽ, ദിവ്യ ശ്രീധർ, സേവാശക്തി ഫൗണ്ടേഷൻ ഡയറക്ടർ മോഹനൻ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. ഡോക്ടർ കായംകുളം യൂനുസ്, MM സഫർ, കലാപ്രേമി ബഷീർ ബാബു, ഷാഹുൽ ഹമീദ്, രാജശേഖരൻ, വിമൽ സ്റ്റീഫൻ, തുളസി ആൻ തോമസ്, ബേബി ജയരാജ്, ഫാദർ രാജൻ, ഡോക്ടർ VS ജയകുമാർ എന്നിവർ പങ്കെടുത്തു. പ്രോഗ്രാമിൻ്റെ ഭാഗമായി ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കും അമ്മമാർക്കും വയോജനങ്ങൾക്കുമായി പുതുവസ്ത്ര വിതരണം, വിഷുക്കൈനീട്ടം, തയ്യൽ മെഷീൻ, ഭക്ഷ്യക്കിറ്റ്, വീൽചെയർ വിതരണം, ചികിത്സാ ധനസഹായ വിതരണം എന്നിവയും സംഘടിപ്പിച്ചു. സാമൂഹ്യ സന്നദ്ധ സേവന രംഗത്ത് കർമ്മനിരതരായി പ്രവർത്തിച്ചു വരുന്ന തുളസി ആൻ തോമസിന് മദർ തെരേസ പുരസ്കാരം നൽകുകയും ജീവകാരുണ്യ മേഖലയിൽ മികച്ച സംഭാവനകൾ നൽകുന്ന സിഗ്നേച്ചർ ഓഫ് നിശാഗന്ധി എന്ന സംഘടനയ്ക്ക് കർമ്മശ്രേഷ്ഠ പുരസ്കാരം നൽകി ആദരിക്കുകയും ചെയ്തു. കൂടാതെ കലാ, സാമൂഹ്യ, സാംസ്കാരിക മേഖലയിലെ പ്രമുഖരെ വേദിയിൽ അനുമോദിച്ചു. ശ്രീലേഖ സജികുമാർ സ്വാഗതവും സംഗീത ജയകുമാർ നന്ദിയും പറഞ്ഞു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളും പ്രിയമുള്ളവരും, അപ്പം നമുക്ക് ആദ്യം തന്നെ ഒരു ക്ഷമ ചോദിച്ചുകൊണ്ട് തുടങ്ങട്ടെ. രാവിലെ വരാമെന്ന് പറഞ്ഞിരുന്നായിരുന്നു, പക്ഷേ ചില തിരക്കുകൾ കാരണം എത്താൻ ലേറ്റായി. അപ്പോൾ ഓൾറെഡി ഇവിടെ ഒരുപാട് പേര് വന്നുപോയി, ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പം ആദ്യം തന്നെ എല്ലാ അമ്മമാർക്കും ഒരു വലിയ നമസ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങിയാണ്. അപ്പം നിങ്ങളുടെ ഒരു വളരെ നല്ലൊരു കൂട്ടായ്മയാണ് ഇത് എന്നാണ് എനിക്ക് ബ്രീഫ് ചെയ്തപ്പോൾ മനസ്സിലായത്. നമ്മുടെ സ്പെഷ്യലി ഏബിൾ കൂട്ടായ്മയുടെ അമ്മമാരുടെ ഒരു യൂണിയനാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ കടന്നു പോകുന്ന കാര്യങ്ങൾ നമുക്കായിരിക്കും കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഗ്രൂപ്പിൽ അത് നിങ്ങൾക്കൊരു വലിയൊരു ആശ്വാസം കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം ഇന്ന് ബഥേൽ ഹോമിൽ ഈ ഒരു വിഷുദിനാഘോഷത്തിനായി തിരഞ്ഞെടുത്തതിനും ഞാൻ നമ്മുടെ ചാരിറ്റബിൾ ട്രസ്റ്റിനെ വളരെയധികം അഭിനന്ദിക്കുകയാണ്. ഇതുപോലുള്ള ഓർഗനൈസേഷൻസും നമ്മുടെ നാടിൻ്റെ ഒരു കരുത്താണ്. പല മേഖലകളിൽ പല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ നല്ല രീതിയിൽ സമൂഹത്തിൽ ഒരുപാട് ഇമ്പാക്റ്റ് നടത്താറുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വ്യക്തിത്വങ്ങളും നല്ല രീതിയിലുള്ള ഈ ഒരു സേവനത്തിനായിട്ട് മുന്നിട്ടിറങ്ങാനുണ്ട്. അപ്പം ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ആദ്യം തന്നെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. രാവിലെ കണി കാണുന്ന അതിൻ്റെ പുറകിലുള്ളൊരു കാര്യം ഇവിടെ ചുരുക്കി പറയാം. കാണുന്ന ധാന്യങ്ങളും പച്ചക്കറിയും കായ്കനിയും അതിനോടൊപ്പം കണിക്കൊന്നയും കണ്ണാടിയും എല്ലാം കൂടി ചേർത്ത് നമ്മൾ കാണുന്ന ഒരു വർഷത്തിലേക്കുള്ള ഫലമാണ്. എല്ലാ ദിവസവും സമൃദ്ധി അത് എത്തിക്കട്ടെ എന്ന് ആ കണ്ണാടി പറയുന്നു. ധാന്യങ്ങൾ നമുക്ക് കഴിക്കാൻ ആഹാരമിതാവട്ടെ എന്ന് പറയുന്നു. കായ, കനി, അതിലൂടെ നമുക്ക് എല്ലാ സ്വാദും രുചിച്ചറിയാനുള്ള ആരോഗ്യം എല്ലാ ദിവസവും ഉണ്ടാവട്ടെ എന്ന് പറയുന്നു. അതിനോടൊപ്പം കൈനീട്ടത്തിൽ സമൃദ്ധി പങ്കുവയ്ക്കാനും സമൃദ്ധി എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവാനും ആശംസിക്കുന്ന ഒരു നല്ലൊരു ദിവസം. ഇവിടെ അമ്മ ഞാൻ വന്നപ്പോൾ തന്നെ ഒരമ്മ പാട്ട് പാടി. അമ്മ പാട്ട് പാടുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഡാൻസും കൂടി കളിക്കുന്നുണ്ടായിരുന്നു ഇരുന്ന് കൊണ്ട്. അപ്പം എനിക്ക് തോന്നി അമ്മക്ക് കലയോട് നല്ല വാസനയുള്ള ഒരു അമ്മയായിരുന്നു. അമ്മ ഇപ്രായത്തിൽ ഇങ്ങനെയാണെങ്കിൽ ചെറിയ പ്രായത്തിൽ എന്തായിരിക്കും അല്ലേ. അപ്പം അമ്മക്ക് ഞാൻ മുല്ലപ്പൂ ചൂടാൻ പോയ സമയത്ത് അമ്മ എന്നോട് പറഞ്ഞു, മുല്ലപ്പൂ എല്ലാം ചൂട് നടന്നൊരു കാലം ഉണ്ടായിരുന്നു. അപ്പൊ അമ്മേന്റെ മനസ്സിൽ എന്തൊക്കെയോ പ്രയാസങ്ങളാണ് ഞാൻ ഇവിടെ കണ്ടത്. പക്ഷെ അമ്മ മുല്ലപ്പൂ എന്ന് നമ്മുടെ ശരീരം പ്രായമായെങ്കിലും മനസ്സിന് ഒരിക്കലും പ്രായമായിട്ടില്ല എന്ന് കാണിച്ചാണ് അമ്മ ഇവിടെ ഇരുന്നിട്ട് പാട്ട് പാടിയപ്പോ ആ കൈയോട് പിന്നെ ആ ഒരു ആംഗ്യത്തോടെ പാട്ട് പാടുന്നത്. അമ്മ തന്നെ നേരിട്ട് പറയുകയും ചെയ്തു എനിക്ക് ഡാൻസ് കളിക്കണം. അപ്പൊ അമ്മക്ക് എവിടെയാണ് അമ്മ പ്രായമായിരുന്നത്? അമ്മക്ക് പ്രായമായില്ല ഒരിക്കലും. ഷീജന്റെ ഒരുപോലെ ഷീജ ഈ സ്വാഗതത്തിൽ കുറെ പേരൊക്കെ തെറ്റിച്ചു വന്നു. ആള് പാവ എന്നെ ഞാൻ മെസ്സേജ് ഇട്ടപ്പോ തിരുവനന്തപുരത്ത് ഉണ്ടായതുകൊണ്ട് വന്നു എന്ന് പറഞ്ഞതും തെറ്റാണ്. 2 ദിവസം മുമ്പേ പരിപാടി ഒഴിക്കുമ്പോഴേ ക്ഷണിച്ചിട്ട് എഴുതി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു എഴുതി വെച്ച ആള് ഞാനിന്ന് ഫ്ലൈറ്റിൽ ഇവിടെ എത്തിയിട്ട് മെസ്സേജ് ഇട്ടപ്പോ പറയുന്നത് ഇവിടെ എത്തിയിട്ട് പറയാ ഇവിടെ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നല്ലേ. 2 ദിവസം മുമ്പേ ക്ഷണിച്ചു മറന്നിരിക്കുന്ന തിരക്കത്തിൽ
പക്ഷെ ഒന്നുമില്ല, ശ്രീജയന്റെ പ്രവർത്തനം, ശ്രീജയ മാത്രമല്ല, ശ്രീജയന്റെ കൂടെ ഒരുപാട് പേരുണ്ട്, ഒരു ടീമുണ്ട്. ഇവരൊക്കെ ചെയ്യുന്ന പ്രവർത്തനത്തിനാണ് നമ്മൾ മികവാണ്. കണ്ണൂരിൽ നിന്ന് എത്താൻ നമ്മൾ താല്പര്യപ്പെടുന്നതിന്റെ കാര്യമല്ല. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഷീജയെ പോലെ ഒരു സാമൂഹിക പ്രവർത്തകരെ കാണുക കിട്ടുക അസാധ്യമാണ്. അതുകൊണ്ടാണ് വളരെ തിരക്ക് പിടിച്ചിട്ട് വളരെ ബുദ്ധിമുട്ടി ഈ പരിപാടികൾ എത്തുന്നത്. കഴിഞ്ഞ ഒരു മാസം മുമ്പ് ശ്രീ ജേഡിപ്പിള്ളയോട് പറഞ്ഞ 1 ലക്ഷം രൂപയുടെ ഒരു കസേര ഒരു കുട്ടിക്ക് ഞാൻ തന്നെ പറഞ്ഞ് അന്വേഷിച്ച് കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് സഹായിക്കാൻ ഒരുപാടുകളുണ്ട്. വികലാംഗരെയും അമ്മമാരെയും സാമൂഹിക പ്രവർത്തനങ്ങളുമായി രാജ്യത്തെമ്പാടും ഓടി നടക്കുന്നു. ഇവിടെ വിശാല ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. മിക്കവാറും ജയിപ്പിള്ളയുടെയും യൂസുഫലിയുടെയും എല്ലാം നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തകർ മനസ്സുള്ള അവരുടെ രണ്ടുപേരും എൻ്റെ സ്നേഹിതന്മാരാണ്. അവരെ കൊണ്ട് അവിടെ കെട്ടിടം വയ്ക്കുന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രസംഗത്തിന് പ്രസക്തിയില്ല. വിഷുവിൻ്റെ ഒരു കേളികുട്ട് തുടങ്ങിയ അവസരത്തിലാണ് നമ്മൾ വിഷുവിന് മുമ്പ് ഈ ആഘോഷം സംഘടിപ്പിച്ചിരിക്കുന്നത്. മനുഷ്യൻ്റെ മനസ്സിലും മനുഷ്യരുടെ ജീവിക്കുന്ന സമൂഹത്തിലും നന്മ വിതറുന്ന ആഘോഷങ്ങളിൽ പ്രമുഖമാണ് മലയാളിയെ സംബന്ധിച്ചിടത്തോളം വിഷു ആഘോഷം. നമ്മുടെ പെരുന്നാളും നമ്മുടെ ഓണവും നമ്മുടെ ക്രിസ്മസും എല്ലാം ഈ വിഷുവിൽ ലയിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് വാസ്തവം. എല്ലാ മലയാളികളും സാർവത്രികമായി ലോകമെമ്പാടും ആഘോഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കൊയ്ത്തുത്സവം തന്നെയാണ് വിഷു ആഘോഷം. കാരണം ഞാൻ വന്ന് ഷീജ സാന്ദ്രയ്ക്ക് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് ഓരോ പരിപാടിയും പങ്കെടുക്കുമ്പോഴും എനിക്ക് ഉണ്ടായതാണ്. അപ്പൊ ആദ്യമൊക്കെ എനിക്ക് വലിയ സ്വീകരണവും വലിയ സംസാരിക്കാനുള്ള അവസരമൊക്കെ തരുമായിരുന്നു. അതിങ്ങനെ വന്ന് ഞാൻ കൂടുതൽ സംഘാടകനായതോടുകൂടി ആതിഥേയനായതോടുകൂടി വളരെ ചുരുക്കമായിട്ടൊക്കെയാണ് മൈക്ക് തരുന്നത്. എന്നാൽ പോലും മൈക്ക് എനിക്ക് ലഭിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല എന്റെ പ്രശ്നം. എനിക്ക് ഷീജാസാത്ര നടത്തുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഞാനൊരു മഹാഭാഗ്യമായി കരുതുന്നത്. മുങ്ങിത്താഴുന്ന ഈ യുവത്വം ഇതുപോലുള്ള സംഘടനകളിൽ പ്രവർത്തിച്ച് ഇപ്പോൾ നമുക്ക് കുറച്ചു മുമ്പേ ഇവിടെ ഫാദർ പറയുകയുണ്ടായി, നിങ്ങളെല്ലാവരും നിങ്ങളുടെ അമ്മമാരെയും അച്ഛന്മാരെയും സ്നേഹിക്കണം, അവരുടെ കൂടെ നിൽക്കണം, അവരെ ഇതുപോലെ ഓൾഡ് ഏജ് ഹോമുകളിൽ കൊണ്ടാക്കരുത്, ഇവിടെ സ്ഥലമില്ല, ശരിക്കും റൂം ഇനി വരുന്നവരെ സംരക്ഷിക്കാൻ പുതിയ റൂമുകൾ എത്തേണ്ടിയിരിക്കുന്നു. ശരിയല്ലേ? കാരണം 87 വയസ്സായ എൻ്റെ അമ്മയെ ഞാൻ ഒരു നേരമെങ്കിലും പോയി കാണാറുണ്ട്. അപ്പൊ അമ്മയെ സംരക്ഷിക്കുന്നത് അപ്പൊ എന്റെ വീട്ടിലെ ചുറ്റുള്ളവർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ കാണുമെന്ന്. അപ്പൊ അമ്മ എന്നെ 2 ദിവസം കണ്ടില്ലെങ്കിലും അമ്മ എന്നെ അന്വേഷിക്കും, മോൻ വന്നില്ലല്ലോ. നമുക്കൊന്നും ചെയ്യുവാൻ സാധിക്കില്ല. അതേസമയത്ത് എനിക്കിത് ചെയ്യാനൊക്കും. ഞാൻ തന്നെയല്ല, എന്റെ കൂടെ എന്നെ ശക്തിപ്പെടുത്തുവാനായിട്ട് കുറെ വ്യക്തികളുണ്ട്. ഇത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തില് നമുക്ക് എല്ലാവർക്കും ഓരോ കാര്യങ്ങൾ ചെയ്യാനൊക്കും. ഇവിടെ വന്ന് ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത സകലർക്കും എന്റേതായിട്ടുള്ള സകല അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. പ്രാർത്ഥനയുണ്ട്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഒത്തിരി സന്തോഷമുണ്ട് ഇന്ന് സ്നേഹസാന്ദ്രത്തിന്റെ ഈ ഒരു പ്രോഗ്രാമിൽ ഇത്രയും വിശിഷ്ടരായ വ്യക്തികളുടെ കൂടെ വേദി പങ്കിടാനും 2 വാക്ക് നിങ്ങളോടൊപ്പം സംസാരിക്കാനും സാധിച്ചതിൽ. ഞാനിവിടെ വരുമ്പോൾ ഒരുപാട് മക്കളെ ഇങ്ങനെ നമ്മുടെ മുന്നേ കാണുന്നുണ്ട് അല്ലേ. സ്പെഷ്യലി ഏബിൾഡ്, നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ്, പക്ഷെ അവർ വളരെ സ്പെഷ്യലായിട്ട് ദൈവത്തിൻ്റെ കരസ്പർശം കിട്ടിയ കുട്ടികളാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, നമ്മുടെ ഓരോരുത്തരുടെയും അമ്മമാര് നമുക്കൊരു ഉമ്മ തന്നിട്ട് എത്ര നാളായി കാണും. പോലുള്ള സംഘടനകൾ അവരുടെ ആവശ്യങ്ങൾ എന്തെന്ന് മനസ്സിലാക്കി എമ്പതറ്റിക്കലായിട്ട് അവരോടൊപ്പം നിൽക്കുകയും വെറുതെ സിമ്പതി കാണിക്കാതെ എമ്പതറ്റിക്കലായിട്ട് അവരോട് പെരുമാറുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതുപോലുള്ള സംഘടനകൾ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്ക് വളരെയധികം ആശ്രയം നൽകുന്ന സംഘടനകളാണ്. അവരോടൊപ്പം വിഷുവിൻ്റെ ദിനമല്ലെങ്കിലും അഡ്വാൻസ്ഡായിട്ട് വിഷുദിനം ആഘോഷിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞു. ഇപ്രാവശ്യം
പ്രാവശ്യം ഒരു വിഷു ആഘോഷം നടക്കുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ലായിരുന്നു. എനിക്കൊരു 3 ദിവസം എനിക്കൊരു ഒരാഴ്ചയ്ക്ക് മുന്നെയാണ് എൻ്റെ പ്രസിഡന്റ് പറഞ്ഞത്, എടാ നമുക്ക് എല്ലാ പ്രാവശ്യം വിഷു ഇപ്രാവശ്യം നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ, എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ ചെറിയൊരു സമ്മാനം കൂടെ മേടിച്ചിരുന്നു. അതുവരെ ഞാൻ മനസ്സിൽ പോലും ചിന്തിച്ചിരുന്നില്ല. പക്ഷെ എന്നാലും നമ്മുടെ മക്കളുടെ ഈ പറഞ്ഞ അച്ഛനമ്മമാരുടെയൊക്കെ ഒരു അനുഗ്രഹത്താൽ നമുക്ക് ചെറുതായിട്ട് നമുക്കൊന്ന് ആഘോഷിക്കാൻ പറ്റി. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വളരെ വിപുലമായിട്ടാണ് ആഘോഷിച്ചത്. എന്നിരുന്നാലും നമ്മുടെ ഒരു കൊച്ചു സന്തോഷം. കണ്ടോട്ടെ സ്നേഹസ്വരൂപനെ, കുരിശിൽ പുളയുന്ന നേരത്തും ഞങ്ങൾക്കായി പ്രാർത്ഥിച്ച യേശുദേശനെ, വാതിൽ തുറക്കൂ നീ കാലമേ, കണ്ടോട്ടെ സ്നേഹസ്വരൂപനെ, കുരിശിൽ പുളയുന്ന നേരത്തും ഞങ്ങൾക്കായി പ്രാർത്ഥിച്ച യേശുദേശനെ. നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോ